എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാസ്റ്റർ ഓസ്റ്റിൻ അജിത് എഴുതിയ ദി റേ ഓഫ് ഹോപ്പ് എന്ന ചെറുകഥാ സമാഹാരമാണ്. ഉക്കിയോട്ടോ പബ്ലിഷ് ചെയ്ത 108 പേജുള്ള ഈ ബുക്കിന് വില 200 രൂപയാണ്. രചയിതാവ് തന്നെയാണ് ഇതിലുള്ള ചിത്രങ്ങളും വരച്ചിരിക്കുന്നത്. പരിസ്ഥിതി വെല്ലുവിളികൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ദി റേ ഓഫ് ഹോപ്പ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സൂക്ഷ്മബന്ധത്തെ അന്വേഷിക്കുന്ന ഹൃദയസ്പർശിയായ കഥാസമാഹാരമാണ്. ഓരോ കഥയും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കിയ നാശകരമായ ഫലങ്ങളെ തുറന്നുകാട്ടുമ്പോഴും ഒടുവിൽ എല്ലാം ശരിയാകുമെന്ന പ്രത്യാശയും ഭൂമിയെ സംരക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പരസ്പര പൂരിതങ്ങളായ കഥാപാത്രങ്ങളും സൃഷ്ടിപരമായ കഥാപശ്ചാത്തലങ്ങളും വഴി നമ്മൾ ആശ്രയിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടെന്ന് ഈ കഥാകൃത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദി ടൈനി ഗസ്റ്റ് എന്ന കഥയിൽ ജോൺസൺ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി മീർക്യാറ്റ് കുടുംബം സന്ദർശിക്കുകയാണ്. ആദ്യം അവരുടെ പ്രവൃത്തികൾ വീട്ടിൽ കലഹം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് മീർക്യാറ്റുകൾ അവരുടെ ദുഃഖകരമായ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പേ വന്യജീവികളാൽ നിറഞ്ഞിരുന്ന അവരുടെ വനഭൂമി മനുഷ്യരുടെ അനിയന്ത്രിത പ്രവർത്തനങ്ങളാൽ നശിച്ചു. മരം വെട്ടലും വേട്ടയാടലും വർദ്ധിച്ചതോടെ മൃഗങ്ങൾക്ക് വീട് നഷ്ടമായി, ചിലതിന് വംശനാശം സംഭവിച്ചു. ഇത് മീർക്യാറ്റുകളുടെ മാത്രം കാര്യമല്ല, മറ്റനേകായിരം ജീവജാലങ്ങളുടേതുമാണ്. മറ്റൊരു ഗ്രഹത്തിലേക്ക് ഇവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവരുടെ വേദന മനസ്സിലാക്കിയ ജോൺസൺ കുടുംബം വന്യജീവി സംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു. അവയെ ദേശീയോദ്യാനങ്ങളിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. അതിലൂടെ അവർ പ്രകൃതിയുമായി കൂടുതൽ അടുത്ത് ജീവിക്കുന്നു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യരുടെ ഉത്തരവാദിത്തം പ്രകൃതിയെ സംരക്ഷിക്കലും വന്യജീവികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ കഥയായ ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻസിൽ ജെഫ് എന്ന സ്പിരിറ്റ് ആണ് നമ്മുടെ ലോകം സൃഷ്ടിച്ചത്. ഒരു നായുടെ അബദ്ധം മൂലം അത്യാഗ്രഹവും അസൂയയും മനുഷ്യന്റെ മനസ്സിലെത്തുന്നു. അവ കാരണം ഭൂമിയെയും ജീവജാലങ്ങളെയും മനുഷ്യൻ നശിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഓസ്റ്റിൻ എന്ന ബാലന് പ്രകൃതിയുടെ സമതുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന മായാജാല കല്ലിന്റെ ഒരു ഭാഗം കിട്ടുന്നു. അതിലുള്ള സൂചന നോക്കി സുഹൃത്ത് ആരോമലിനൊപ്പം മലിനമായ സമുദ്രങ്ങളിലും മരുഭൂമികളിലും ചിതറിക്കിടക്കുന്ന ഔഷധ ഘടകങ്ങൾ തേടുന്ന ഒരു സാഹസിക യാത്ര ആരംഭിക്കുന്നു. ഫാന്റസി അടങ്ങിയ ഈ കഥ പ്രകൃതിയെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ പരിശ്രമിക്കുന്ന രീതി നമ്മളിൽ അത്ഭുതമുളവാക്കുന്നു. മലിനമായ കടലും മരുഭൂമിയും തിരിച്ചുപിടിക്കാനാണ് അവർ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പുറന്തള്ളുന്ന വേസ്റ്റ് മുഖാന്തരം മറ്റൊരു ജീവിയുടെ ജീവന് ഭീഷണിയാണെന്ന കാര്യം നാം മറക്കേണ്ട എന്ന് അവർ നമ്മളോട് വിളിച്ചു പറയുന്നു. തന്റെ മൂന്നാമത്തെ കഥയിൽ ദി വിങ്ഡ് ഫ്യൂച്ചർ ഗവേഷകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജെയിംസ് ഹെൻഡേഴ്സൺ അപൂർവമായ റഫ്ലേഷ്യ പുഷ്പത്തെ കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കുന്നു. എന്നാൽ അദ്ദേഹം കണ്ടെത്തുന്നത് അത്ഭുതകരമായ ഒരു യന്ത്രമാണ്. അത് അദ്ദേഹത്തെ പക്ഷികളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അനവധി പക്ഷികൾ മനുഷ്യനുള്ളതുപോലെ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്നു. പുറത്തുനിന്ന് എത്തിയ ഒരാളായതിനാൽ അദ്ദേഹം പക്ഷികളുടെ നിയമവ്യവസ്ഥകളിലൂടെ കടന്നുപോവുകയും ജയിലിൽ താമസിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഒരു വിവർത്തകന്റെ സഹായത്തോടെ അവരുമായി സംസാരിക്കാൻ ഡോക്ടർക്ക് സാധിക്കുന്നു. കുറേയധികം കഴിഞ്ഞപ്പോൾ പക്ഷികൾ അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പങ്കുവയ്ക്കുകയാണ്. അവർ അനുഭവിച്ച വേദനയും ഭയവും തുറന്നു പറയുന്നു. അവരുടെ കഥകൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുന്നു. ഈ സ്വർഗം മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ ഭീഷണിയിലാണെന്നതാണ് സത്യം. വനനശീകരണവും മലിനീകരണവും അനേകം പക്ഷിവർഗങ്ങളെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം അറിയുന്നു. മനുഷ്യലോകത്തേക്ക് മടങ്ങിപ്പോകുവാൻ അദ്ദേഹത്തെ അനുവദിച്ചാൽ പക്ഷികളുടെ ശബ്ദമായി മാറുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു നിരീക്ഷകനിൽ നിന്ന് പക്ഷിയുടെ അഭിഭാഷകനായി മാറുന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ജീവളെ സംരക്ഷിക്കുന്നതിൽ കരുണയും അതുപോലെ തന്നെ നാം പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണെന്നും തെളിയിക്കുന്നു. ദി കിറ്റൻസ് ടെയിൽ എന്ന കഥയിൽ എഴുത്തുകാരൻ തന്റെ ടെറസിൽ കളിച്ചുകൊണ്ടിരുന്ന 4 പൂച്ചക്കുട്ടികളെ നിരീക്ഷിക്കുകയും അവരുടെ കളികളുടെ കൗതുകം അവനെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ കഥ ഒരു പൂച്ചക്കുട്ടിയുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവൻ മനുഷ്യരെ സ്നേഹത്തോടെ ഹൂമൻസ് എന്നാണ് വിളിക്കുന്നത്. പൂച്ചക്കുട്ടികൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ വിസ്മയത്തോടെ നിരീക്ഷിക്കുന്നു. അവരുടെ വീട് പൂച്ചകളുടെ ലോകത്തിനേക്കാൾ എത്രത്തോളം വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുന്നു. ഒരിക്കൽ അവരുടെ വീട്ടിനുള്ളിൽ കയറിയ പൂച്ചക്കുട്ടി വിചിത്രമായ ഉപകരണങ്ങളും ഗന്ധങ്ങളും കണ്ടപ്പോൾ ഭയത്തോടും കൗതുകത്തോടും അതെല്ലാം നോക്കിക്കാണുകയാണ്. ദി ടെയിൽലെസ് ടാമറിൻ രചയിതാവ് 6 വയസ്സുള്ളപ്പോൾ എഴുതിയ കഥയാണ്. വികൃതിയും ആരെയും അനുസരിക്കാത്തതുമായ ടാമറിൻ കുരങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പോകുന്നത്.
മൂപ്പന്മാരുടെ ഉപദേശങ്ങൾ അവഗണിച്ച് അവൻ തന്റെ വനത്തിൽ അന്യകളികളിൽ മുഴുകുന്നു, ആരെയും ഉപദ്രവിക്കുന്നു, എന്തും ചെയ്യുന്നു. കാടിന്റെ നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും അവനിൽ കാണുന്നു. ഒടുവിൽ ഒരു നിർണായക ദിവസത്തിൽ അവന്റെ അശ്രദ്ധമായ സാഹസികത മൂലം വാൽ നഷ്ടപ്പെടുന്നു. തന്റെ അനുസരണക്കേടിന്റെ ഫലം കിട്ടിയപ്പോൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും തന്റെ പരിസ്ഥിതിയുടെ സൂക്ഷ്മമായ സമതുലിതാവസ്ഥ തിരിച്ചറിയുകയും ചെയ്യുന്നു. ടാമറിന്റെ സ്വയം പരിശോധനയും പ്രകൃതിയുടെ അത്ഭുതങ്ങളെ അന്വേഷിക്കുമ്പോൾ വിനയവും ഉത്തരവാദിത്വവും എത്രത്തോളം പ്രധാനമാണെന്നും വ്യക്തമാക്കുന്ന ഒരു പാഠമാണ് ഈ കഥയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പൂച്ചക്കുട്ടിയുടെ കണ്ണുകളിലൂടെ ഈ കഥ ചെറുജീവികളുടെ നിർമ്മലതയും കൗതുകവും നമുക്ക് മനസ്സിലാക്കുന്നു. അതോടൊപ്പം മനുഷ്യരുടെയും വന്യജീവികളും തമ്മിലുള്ള സഹജീവിതവും പരസ്പരം മനസ്സിലാക്കലും എത്രത്തോളം പ്രധാനമാണെന്നും ഓർമ്മപ്പെടുത്തുന്നു. ദി സിമ്പിൾ റെഡ് ബലൂൺ എന്ന കഥയിൽ കഥാകാരന് ജന്മദിനത്തിൽ തന്റെ ഗ്രാൻഡ് പേരൻസിൽ നിന്ന് ലളിതമായ ഒരു ചുവന്ന ബലൂൺ ലഭിക്കുന്നു. സാധാരണമായ സമ്മാനമാണ് അത് കണ്ടപ്പോൾ തന്നെ നിരാശനാകുകയാണ്. എന്നാൽ ബലൂൺ നിറയ്ക്കുമ്പോൾ അത് അത്ഭുതകരമായ ഒരു ഹോട്ട് എയർ ബലൂണായി മാറി. അതിൽ ആമസോൺ മഴക്കാടുകളിലേക്ക് അത്ഭുതകരമായ ഒരു സാഹസിക യാത്ര പോവുകയാണ് നമ്മുടെ കൊച്ചു കഥാകാരൻ. ഈ യാത്രയിൽ വിവിധതരം ജീവജാലങ്ങളെ കാണുന്നു. ഓരോന്നിനും എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്. ഈ അനുഭവം പ്രകൃതിയുടെ ഒരു മായാജാലം പോലെയാണ് അവന് തോന്നിയത്. മഴക്കാടുകളുടെ സമ്പന്നമായ ജൈവ വൈവിധ്യം അത് നേരിടുന്ന ഭീഷണികളും നമുക്ക് പറഞ്ഞു തരുന്നു. വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ആവാസ വ്യവസ്ഥയെ രക്ഷിക്കാനാകുമോ എന്ന ആശങ്ക കുട്ടിക്കുണ്ട്. കുട്ടിത്തം നിറഞ്ഞ വിവരണങ്ങളും സൃഷ്ടിപരമായ പശ്ചാത്തലവും വായനക്കാരെ പ്രകൃതിയെ വിലമതിക്കാനും അതിന്റെ സംരക്ഷണത്തിൽ തങ്ങളുടെ പങ്ക് തിരിച്ചറിയാനും പ്രേരിപ്പിക്കുന്നു. ദി ഓട്ടർ അഡ്വഞ്ചർ എന്ന കഥയിൽ ഒരു അമ്മ ഓട്ടറും അവളുടെ കുഞ്ഞുങ്ങളും നദിയിൽ ജീവിക്കുകയും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളോട് വിവരിക്കുകയുമാണ് ഈ കഥയിൽ കൂടി. ഒരു ദിവസം ഏറ്റവും സാഹസികനായ പൈൻകോൺ എന്ന ഓട്ടർ കുഞ്ഞ് ഏറെ ദൂരത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ചെളിയിൽ കുടുങ്ങിപ്പോകുന്നു. അതിൽ അവന് പരിചയമില്ലാത്ത ഒട്ടനവധി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു വലിയ ആനയുടെ തുമ്പിക്കൈയാണെന്ന് അവൻ കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അത് വിഷവസ്തുക്കൾ ഒഴുക്കുന്ന ഒരു വലിയ പൈപ്പായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പൈൻകോൺ ഭയപ്പെടുത്തുന്ന വാർത്ത അമ്മയോട് പങ്കുവെക്കുന്നു. മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതെന്ന് അമ്മ തിരിച്ചറിയുന്നു. തുടർന്ന് മറ്റു വന്യമൃഗങ്ങളോടൊപ്പം അവർ പരിസ്ഥിതി സംരക്ഷിക്കാൻ പോരാടുന്ന മനുഷ്യ പ്രതിഷേധക്കാരുമായി കൈകോർക്കുന്നു. അവരുടെ ഐക്യം ശക്തമായ പ്രതിരോധമായി മാറി മലിനീകരണത്തിന്റെ ഉറവിടം തടയുന്നതിൽ വിജയിക്കുന്നു. വംശങ്ങൾ തമ്മിലുള്ള സഹകരണം മാറ്റം സൃഷ്ടിക്കാമെന്ന ശക്തമായ സന്ദേശമാണ് ഇവ നൽകുന്നത്. ദി അറ്റാക്ക് ഓഫ് AI എന്ന ചിന്താജനകമായ കഥ മനുഷ്യർക്കെതിരെ ഒന്നിച്ചു നിന്ന് അവരുടെ ആവാസ വ്യവസ്ഥ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന മൃഗങ്ങൾ നടത്തുന്ന നാഷണൽ ആനിമൽ സയന്റിഫിക് ഏജൻസി NASA കുറിച്ചാണ്. മൃഗങ്ങൾ അവരുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നവീന സാങ്കേതിക വിദ്യകളും രാസപ്രതിരോധങ്ങളും ഉപയോഗിച്ച് സജ്ജമായ ഒരു ആന്റി ഹ്യൂമൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. മനുഷ്യരുടെ പുരോഗതിയാൽ ഉണ്ടായ പരിസ്ഥിതി ദുരന്തങ്ങളെ നേരിടാൻ എല്ലാ ജീവജാലങ്ങളും ഒന്നിക്കുകയാണ് ഈ കഥയിൽ. ഈ കഥ ടീം വർക്കിന്റെയും പ്രതിരോധശേഷിയുടെയും പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നു. ഐക്യത്തിലാണ് ശക്തിയെന്ന് അവർ ഊന്നിപ്പറയുന്നു. മൃഗങ്ങളുടെ ബുദ്ധിപൂർവമായ തന്ത്രങ്ങളും ഉറച്ച മനോവീര്യവും വലിപ്പച്ചെറുപ്പം നോക്കാതെ ഓരോ ജീവിയും സ്ഥിരതയുള്ള ഭാവിക്കായുള്ള പോരാട്ടത്തിൽ പങ്കുവഹിക്കേണ്ടതുണ്ടെന്ന് തെളിയിക്കുന്നു. അതോടൊപ്പം AIയുടെ ദൂഷ്യവശങ്ങളും മനുഷ്യർക്ക് അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. മൈ ലിറ്റിൽ ട്രീസ്. തനിക്കൊപ്പം വളർന്നു വന്ന ഒരു ബദാം മരത്തിന്റെയും തെങ്ങിന്റെയും കഥയാണ് മൈ ലിറ്റിൽ ട്രീസ്. അവരുടെ ചെറിയ ചെറിയ വളർച്ചകൾ നന്നായി കഥയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ഈ മരങ്ങൾ സംരക്ഷിക്കുന്ന അനേക ചെറുജീവികളെ പറ്റിയും പ്രകൃതിയുടെ ഭക്ഷ്യച്ചങ്ങലയെ പറ്റിയും പറയുന്നു. ഈ മരങ്ങളിൽ വന്നിരിക്കുന്ന കിളികളുടെ പാട്ടും അവ നൽകുന്ന തണലും എല്ലാം എടുത്തു പറയുന്ന കഥയിൽ ഒരാൾ വില്ലനായി എത്തി ബദാം മുറിച്ചു മാറ്റുന്നു. എത്രയോ ജീവജാലങ്ങളുടെ വീടും ഭക്ഷണവും നഷ്ടപ്പെടുന്നു. അതിൽ സങ്കടപ്പെടുന്ന ഈ കുട്ടി എഴുത്തുകാരൻ ഒരു ദിവസം മുറിച്ചിട്ട തടിയിൽ ഒരു ചെറിയ നാമ്പ് വരുന്നത് കാണുന്നു. ദി റേ ഓഫ് ഹോപ്പ്. നമ്മൾ നശിപ്പിക്കുന്ന പ്രകൃതി സ്വയമായി തന്നെ ചികിത്സിക്കുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ന പാഠമാണ് നമുക്ക് ഈ കഥ നൽകുന്നത്. ദി റേ ഓഫ് ഹോപ്പ് വായനക്കാർക്ക് വിനോദം നൽകുന്നതിന് ഒപ്പം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കാനും പ്രേരിപ്പിക്കുന്നു.
എല്ലാ കഥകളും ജീവജാലങ്ങളുടെ പരസ്പര ബന്ധവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിയന്തരാവസ്ഥയും തുറന്നുകാട്ടുന്നു. പ്രകൃതിയുടെ രക്ഷാധികളായി മാറി ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ പ്രത്യാശ നിറഞ്ഞ സ്ഥിരതയുള്ള ഭാവി നമുക്ക് സൃഷ്ടിക്കാം എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. പ്രകൃതിയെ മനസ്സിലാക്കി അവയെങ്കിൽ മാത്രമേ പരിസ്ഥിതിയുടെ സമതുലിതാവസ്ഥ നിലനിർത്താനും ഭാവി തലമുറയ്ക്കായി നമുക്കൊരു ലോകം സൃഷ്ടിക്കാനും കഴിയുകയുള്ളൂ. തന്റെ യാത്രകളും പഠനങ്ങളും പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ എഴുത്തുകാരന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.